ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ ബെറ്റർ ക്ലോസിങ്ങിന് ശേഷം ഇന്ന് ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളും കമ്മോഡിറ്റി മാർക്കറ്റൊക്കെ ബെറ്റർ ആയിരിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ് മാർക്കറ്റിൽ. ഏഷ്യയിലത്തെ മോർണിംഗിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ചെറിയ വോളാറ്റിലിറ്റി ഉണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ക്രൈസിസ് ഒന്നും തന്നെ ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ Q1 റിസൾട്ട് സീസൺ എൻഡ് ചെയ്യാണ്. അറൗണ്ട് 2050ഓളം കമ്പനികൾ ഈ ആഴ്ചയിൽ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ധാരാളം മേജർ കമ്പനികളൊക്കെയുണ്ട്. അപ്പോൾ ഈ Q1 റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ആ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പോകുന്നത്. അതേസമയം ഗോൾഡ്, സിൽവർ, കോപ്പർ ഈ 3 കമ്മോഡിറ്റികളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗ്ലോബലി ETF വീണ്ടും വലിയ രീതിയിൽ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗോൾഡിൽ. അതോടൊപ്പം തന്നെ മേജർ റിസർച്ച് ഹൗസസ് എല്ലാം തന്നെ വീണ്ടും ബൈ റെക്കമെൻഡേഷൻ ഗോൾഡിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ചും സിൽവറിനെ സംബന്ധിച്ചും കോപ്പറിനെ സംബന്ധിച്ചും ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം സിങ്കിനെ സംബന്ധിച്ചും ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കമ്മോഡിറ്റികൾ പൊതുവെ ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം Q1 റിസൾട്ടുകൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ളതൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അതാത് ദിവസങ്ങൾ ആ സ്റ്റോക്കുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നും അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ടൈറ്റൻ എക്സലൻറ്റ് റിസൾട്ടായിരുന്നു കാഴ്ചവെച്ചിട്ടുള്ള. ഹിൻഡാൽകോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഓയിൽ ഇന്ത്യ, ക്യൂപ്പിഡ് ലിമിറ്റഡ്, സെയ്ഗാൾ ഇന്ത്യ ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q1 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അപ്പോളോ മൈക്രോസിസ്റ്റം, ഹിറ്റാച്ചി എനർജി ഈ കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. പൊതുവെ നോക്കുകയാണെങ്കിൽ PSU ബാങ്കുകൾ, BOB, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക് ഈ ബാങ്കുകളൊക്കെ മറ്റ് PSU ബാങ്കുകളായിട്ട് പ്രത്യേകിച്ച് SBI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ബയാസ് കാണാനുള്ള സാധ്യതകളുണ്ട്. വേദാന്ത അലുമിനിയത്തിന് ഒരു ബോക്സൈറ്റ് ബ്ലോക്കും കൂടി അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഒഡീസയിൽ നിന്നാണ്, പോസിറ്റീവ് റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ സിങ്ക്, അലുമിനിയം, കോപ്പർ പ്രൈസ് കൂടുന്നത് വേദാന്ത അലുമിനിയത്തിനും വേദാന്ത ലിമിറ്റഡും ഹിൻഡാൽകോ, നാൽക്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഈ ആഴ്ചയിലാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ റിസൾട്ടും പുറത്തു വരുന്നത്. അപ്പോൾ റിസൾട്ടുകളുടെ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതോടൊപ്പം തന്നെ FCNR ഇൻഫ്ലോ വലിയ രീതിയിലാണ് ഫോറിൻ ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ഫോറക്സ് റിസർവ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ഈ RBIയുടെ ഈ മൂവ് വളരെ പോസിറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ആഴ്ചയിലെ റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുള്ള കമ്പനികളിൽ മേജറായിട്ടുള്ള മറ്റൊരു കമ്പനി റൈമണ്ട് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ വർഷം ഡീമർജർ നടന്ന ഒരു കമ്പനിയാണ്. ഡീമർജറിന് ശേഷം വലിയ പെർഫോമൻസ് ഒന്നും ഈ സ്റ്റോക്കുകൾ കാണിച്ചിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള റൈമണ്ട് ലിമിറ്റഡിൻ്റെ റിസൾട്ടിൽ മേജർ ഗ്രോത്ത് കാണിച്ചിരിക്കുന്ന എയറോസ്പേസ് ഡിഫൻസ് സർവീസസിൽ നിന്നാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്. ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ സീറോ ഡെറ്റ് കമ്പനിയാണ്. അറൗണ്ട് 130 crore ക്യാഷ് റിസർവ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവർസീസ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ SpaceX വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. SpaceXും ടെസ്ലയും തമ്മിൽ മെർജർ ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഇൻഡിക്കേഷൻ മുമ്പ് തന്നെ എലോൺ മസ്കിന്റെ പല റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസങ്ങളിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു മെർജറും അമേരിക്കയിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സ്പേസസിനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. $133 പെർ ഷെയറിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും സ്പേസസിലും വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ ലോങ് ടൈം ട്രെൻഡ് വളരെ ഇൻടാക്റ്റ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ L&T വീണ്ടും വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. L&Tയുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ 8 ലക്ഷം കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. L&Tനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ്.
അതോടൊപ്പം IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ആക്ടിവിറ്റീസാണ് ഇന്ത്യൻ IPO മാർക്കറ്റിലുള്ളത്. ഈ ആഴ്ചയിൽ 5 മെയിൻ ബോർഡ് IPOs ഓപ്പൺ ആവുന്നുണ്ട്. ഓൾറെഡി 2 മെയിൻ ബോർഡ് IPOs ഓപ്പൺ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ ആഴ്ചയിൽ 5 മെയിൻ ബോർഡ് IPOs ഉണ്ട്. ഈ 5 മെയിൻ ബോർഡ് IPOs ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യാണ്. നല്ല IPOs ആണ്, ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച സജസ്റ്റ് ചെയ്തിരുന്ന RD ഇൻഡസ്ട്രീസ് 138.83 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നത്. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ദൂത് ട്രാൻസ്മിഷൻ 871 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 2 രൂപയാണ് ഫേസ് വാല്യൂ. നല്ലൊരു IPO ആണ്. മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ് 100 രാജ്യങ്ങളിൽ സർവീസ് ഉള്ള ഹെൽത്ത് കെയർ രംഗത്തൊരു സ്റ്റോക്കാണ്. നല്ലൊരു IPO ആണ്. 807 ആണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്ന, 1 രൂപയാണ് ഫേസ് വാല്യൂ. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. അപ്പോൾ ഈ 2 IPOസിലും ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സ് 2.59 ടൈംസ് ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. IPOയിൽ അപ്ലൈ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. ലീപ്പ് ഇന്ത്യ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനിയാണ് മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത്. 0.28 ടൈംസ് ആണ് ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഈ IPOയിലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. SME IPOയിൽ നമ്മൾ ഈ ആഴ്ച ഓപ്പൺ ചെയ്യുന്ന IPOs ഒന്നും തന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള LIPL ഓട്ടോമോട്ടീവ് ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ്. അപ്പോൾ ഇന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന Q1 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ റിസൾട്ട് സീസൺ അവസാനിക്കുകയാണ്. അതിനുശേഷം ഒരു ഓവറോൾ അസസ്മെൻറ്റ് കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സെറ്റിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ലഭിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നല്ല IPOs വരുമ്പോൾ IPOസിൽ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഗോൾഡ്, സിൽവർ, ഒപ്പം കോപ്പർ, ഈ കമോഡിറ്റികൾ വീണ്ടും മുന്നേറിയേക്കാം. അപ്പോൾ ഗോൾഡ് ETF-ലും സിൽവർ ETF-ലും ഒക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.